നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയ ആകെ വൈറലായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു നമ്മുടെ മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഏതാണ്ട് 5-6 മാസക്കാലമായി അദ്ദേഹം അനാരോഗ്യത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതായത് ഒരു 100 കോടി ചിലവിൽ നിർമ്മിക്കുന്ന ആൻഡോ ജോസഫ് സംവിധാനം ചെയ്യുന്ന മഹേഷ് നാരായണൻ്റെ ഒരു ചിത്രത്തിൽ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്തായിരുന്നു അദ്ദേഹത്തിന് അനാരോഗ്യം ആവുന്നത്. അപ്പോൾ അത് ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ടാണ് അദ്ദേഹം ഈ 6 മാസക്കാലമായി ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് 3-4 ടെസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം തന്നെ ഒരു കുഴപ്പവുമില്ല, എല്ലാം പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി മാറി മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് തികച്ചും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഈ സെപ്റ്റംബർ മാസത്തിൽ, അദ്ദേഹത്തിന് സെപ്റ്റംബർ മാസത്തിൽ 74 വയസ്സായാണ് കേട്ടോ. അത് മറ്റൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം സിനിമയിലെ ഷൂട്ടിങ്ങിനായിട്ട് വരുന്നു. ഈ ആൻഡോ ജോസഫ് സംവിധാനം ചെയ്യുന്ന മഹേഷ് നാരായൺ ചിത്രത്തിൽ അദ്ദേഹം സെപ്റ്റംബർ മുതൽ ജോയിൻ ചെയ്യുന്നു. നമ്മയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ് അല്ലേ. നമുക്ക് അഭിനയിച്ച എത്ര സിനിമകളാണ് നമുക്ക് ഇന്നും അങ്ങനെ ഓർക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം അഭിനയത്തിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ നമുക്കെല്ലാവർക്കും ഒരാശങ്കയുണ്ടായിരുന്നു, അദ്ദേഹം ഇനി ഒരുപക്ഷെ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് താമസം എടുക്കുമോ എന്നൊക്കെയുള്ള. പക്ഷേ അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് വീണ്ടും സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ പറയാം. ഇപ്പം നമുക്ക് നമ്മുടെ സിനിമാ നടൻ ശ്രീരാമൻ്റെ ഒരു അഭിമുഖം ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അദ്ദേഹം മമ്മൂക്കയെക്കുറിച്ച് പറയുകയാണ്. മമ്മൂക്ക മിക്ക ദിവസങ്ങളും ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഈ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മമ്മൂക്ക ഇപ്പോൾ ഈ 6 മാസത്തിനിടയ്ക്ക് ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. പണ്ടത്തേൽ ഇപ്പോഴും അദ്ദേഹം സ്മാർട്ടായിരിക്കുകയാണ്. അദ്ദേഹം സംസാരം, ഓർമ്മ, എല്ലാ കാര്യങ്ങളും മുമ്പുള്ളതിനേക്കാൾ സ്മാർട്ടായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് ശ്രീരാമൻ പറയുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ റോഡുകളെക്കുറിച്ച് പറയും, പിന്നെ അഗ്രികൾച്ചർ, അദ്ദേഹത്തിന് ചില കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അഗ്രികൾച്ചർ, ഫാമിങ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിലുണ്ട് അതെല്ലാം ഇദ്ദേഹത്തോട്ട് സംസാരിക്കും. എന്നിട്ട് ഇദ്ദേഹത്തെ വഴക്ക് പറയും. എല്ലാവരും തമാശപ്പെട്ടിലാണ് മമ്മൂക്ക. അപ്പം ശ്രീരാമൻ പറയുകയാണ്, മുമ്പ് ഞാൻ മമ്മൂക്കയോട് സംസാരിച്ച് എങ്ങനെയാണോ ഇരുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം മമ്മൂക്ക നല്ല സ്മാർട്ടായിട്ടാണ്. എല്ലാ കാര്യങ്ങളും എത്ര ഓർമ്മയാണെന്നറിയുമ്പോൾ മമ്മൂക്കയ്ക്കെന്നാണ് പറയുന്നത്. കാരണം ഈ ശ്രീരാമൻ അഭിനയിച്ചിട്ടുള്ള മിക്ക പടങ്ങളുടെയും കാര്യങ്ങൾ, അത് ഏതോ ഒരു പടത്തിലൊക്കെ ശ്രീരാമൻ കുറച്ച് അഭിനയിച്ച് നിർത്തിയിട്ടുണ്ട്. അതെല്ലാം നല്ലവണ്ണം ഏത് പടത്തിലാണ് കുറച്ച് അഭിനയിച്ച് നിർത്തിയതെന്നും മൊത്തം അഭിനയിച്ച പടങ്ങളും ഇതെല്ലാം ശ്രീരാമൻ പറയുന്നത് എനിക്ക് പോലും അറിയില്ല. മമ്മൂക്ക അതെല്ലാം നല്ല കറക്റ്റായിട്ടാണ് എന്നോട് പറയുന്നത്. കാരണം ഓരോന്നിനും നല്ല ഓർമ്മയാണ്, നല്ല സ്ഫുടമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് ശ്രീരാമൻ പറയുന്നത്. കാരണം അദ്ദേഹം നേരത്തെ മിക്കവാറും സംസാരിക്കുന്ന ആണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. അപ്പോൾ ദിവസവും വിളിച്ചിട്ട്, ഇപ്പം ഇന്നലെ വിളിച്ചപ്പം, ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് ശ്രീരാമനോട് നമ്മുടെ മമ്മൂക്ക പറഞ്ഞു അത്രേ 4-5 ടെസ്റ്റുകളുണ്ട്, എന്നിട്ട് 3-4 ടെസ്റ്റെല്ലാം ഞാൻ പാസ്സായി കഴിഞ്ഞു, ഇനി ഒരു ടെസ്റ്റ് ഇവിടെ പാസ്സാവണം, ആ പാസ്സായെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറയണ്ടായത്രേ, ഞാൻ ആ ടെസ്റ്റ് പാസ്സായെന്നും പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു സന്തോഷമൊന്നുമില്ല, ഞാൻ ആ ടെസ്റ്റ് എങ്ങനെ പാസ്സായി കേട്ടോ എന്ന് നമ്മൾ ശ്രീരാമനെ വിളിച്ച് മമ്മൂക്ക പറയുണ്ടായത്രേ. മമ്മൂക്കയും ശ്രീരാമനും തമ്മിൽ വലിയൊരു അടുപ്പമുണ്ടായിരുന്നു നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ഈ മമ്മൂക്കയുടെ അസുഖം ഭേദമായെന്നുള്ളതും മമ്മൂക്കയായിട്ട് അടുപ്പമുള്ള ഒരുപാട് ആൾക്കാർ, ജോർജ്, ആൻഡോ ജോസഫ്, മാല പാർവതി, പിന്നെ രമേഷ് പിഷാരടി, ഇവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കാരണം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് മാത്രമല്ല തങ്ങളെ ആ ഒരു വിഷമാവസ്ഥയിൽ തങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ മമ്മൂക്കയുടെ തിരിച്ചുവരവിൽ ഒരുപാട് പേർ അവരെല്ലാം സന്തോഷിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും മമ്മൂക്ക തിരിച്ചു വരുന്ന സന്തോഷം നമുക്ക് വളരെ വലുതാണ്. കാരണം അദ്ദേഹം അഭിനയിച്ച സിനിമകൾ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഇനിയും നമുക്ക് കാണാനും അത് കണ്ട് നമ്മൾ ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഇനി എത്രയോ സിനിമകൾ അദ്ദേഹത്തിന് കഴിയണം. നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട 2 നടന്മാരാണ് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും. അപ്പോൾ ഇവർക്ക് ഇവിടെ അഭിനയം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ വീണ്ടും അവരുടെ ആ ഒരു അഭിനയ മികവുകൾ കാണാനും അദ്ദേഹത്തിന് ഇനി ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനും തൻ്റെ അഭിനയ സിദ്ധി ഫലിപ്പിക്കാനുമൊക്കെ ഒരുപാട് നാൾ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മമ്മൂക്കയ്ക്ക്
നമ്മുടെ എല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിന് എല്ലാവിധ ശുഭാശംസകളും നേരാം.